ഇപ്പോൾ എന്തിലൂടെയൊക്കെയോ കടന്നു പോയിക്കൊണ്ടായിരിക്കുന്നേ, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടായിരിക്കുന്നേ. മരണഭയം, അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപമാനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പരാജയത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ കടന്നു പോയാലും 9-ാം അധ്യായം യേശു അതിലെ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. അവിടെ ഒരു അത്ഭുതം നടക്കുന്നതാ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിലൂടെയൊക്കെ കടന്നു പോയാലും നിങ്ങളുടെ ജീവിതം ഒരത്ഭുതത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു അത്ഭുതം, നിങ്ങളൊരത്ഭുതമാകും. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരന്ധനായവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി സിലോഹായ് അവിടെ പോയി കഴുകാൻ പറഞ്ഞു, അവൻ സൗഖ്യമുള്ളവനായി മാറിയെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിലൂടെയൊക്കെ കടന്നു പോയാലും പ്രതിസന്ധികളുണ്ടായാലും നമ്മുടെ ജീവിതം ഒരത്ഭുതമാകും. ജീവിതത്തിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കും പറ്റും. ജീവിതത്തിൽ പലരും അത്ഭുതപ്പെടുന്ന ഒരു അത്ഭുതമായി മാറണം നിങ്ങളും. ഇന്ന് എന്തിലൂടെ കടന്നു പോകുന്നു എന്ന് വിചാരിച്ച് പോയി മരിച്ചേക്കാം, അങ്ങ് ജീവൻ അങ്ങ് തീർത്തേക്കാം, ഇനി ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ നകലുകയാണ്, ഞാൻ പിണങ്ങുവാണ്, ഇനി എന്നോട് ആരും പ്രാർത്ഥിക്കാൻ പറയല്ല്. അങ്ങനെ നേരെ തലതിരിഞ്ഞല്ല ചിന്തിക്കേണ്ടത്. എന്തിലൂടെ കടന്നു പോയാലും ഇതിലൂടെയൊക്കെ യേശുവും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ കടന്നു പോയാലും ഈ ചെന്നെത്തിയത് ഒരത്ഭുതത്തിലാണ്. ഒരാളും ചിന്തിക്കാത്തൊരു അത്ഭുതത്തിലാണ് ചെന്നെത്തിയത്. നിങ്ങളുടെ ജീവിതവും എന്തിലൂടെ കടന്നു പോയാലും നാളെ ഒരു അത്ഭുതമാകണം കേട്ടോ. പലരുടെയും മുമ്പിൽ ചോദ്യചിഹ്നമായിരിക്കും, പലരുടെയും മുമ്പിൽ ആശ്ചര്യചിഹ്നമായിരിക്കുമെന്ന്. എന്താകും, എവിടെ ചെന്നെത്തും? നിങ്ങളൊരു അത്ഭുതമാകണം. പഠിക്കുന്ന നിങ്ങളൊരു അത്ഭുതമാകണം. ജോലി ചെയ്ത നിങ്ങളൊരു അത്ഭുതമാകണം. ഭാര്യ എന്ന നിലയിൽ നിങ്ങളൊരു അത്ഭുതമാകണം. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളൊരു അത്ഭുതമാകണം. മക്കളെന്ന നിലയിൽ നിങ്ങളൊരു അത്ഭുതമാകണം. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു അത്ഭുതമാകണം. ശുശ്രൂഷകൻ എന്ന നിലയിൽ, സമർപ്പിതൻ എന്ന നിലയിൽ, ശുശ്രൂഷ ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ പേടിച്ച് പുറകോട്ട് പോകാനല്ല, നിങ്ങളൊരു അത്ഭുതമാകണം. അത്ഭുതം ചെയ്യാനുള്ളൊരു ശക്തി നിങ്ങളിൽ നിന്നുണ്ട്. ചില ജീവിതം കൊണ്ട് അത്ഭുതപ്പെടുത്തണം, ജീവിതം കൊണ്ടൊരു അത്ഭുതമാകണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. ഒത്തിരി അനുഗ്രഹമാണ്. സമയം പോലെ ആ സമയത്ത് പ്രയോജനപ്പെടുത്തുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച്, യേശു എതിലെയൊക്കെ കടന്നുപോയി. നിങ്ങളെന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒത്തിരി അപമാനം സഹിച്ചവരാണോ? നാണം കെട്ടുപോയവരാണോ? യേശുവും അതിലെ കടന്നുപോയിട്ടുണ്ട്. യേശുവും അതിലെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തലകുനിയേണ്ടി വന്നത്, ഭാരപ്പെട്ടത്? നിങ്ങളൊരു അത്ഭുതമാകും കേട്ടോ. ഒരത്ഭുതം ചെയ്യാൻ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. നിങ്ങൾ ബുദ്ധി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്, പ്രസംഗം കൊണ്ട്, പാട്ടുകൊണ്ടൊക്കെ അത്ഭുതങ്ങളെ ചെയ്യണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ, ജീവനെ ഒരു അത്ഭുതമാക്കണമേ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതിയിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധം ഞങ്ങളെ സംരക്ഷിക്കണം. ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും അങ്ങ് അറിഞ്ഞ് ഞങ്ങൾക്ക് നൽകണമേ. ഒന്നിനും ഒരു കുറവുണ്ടാകാത്ത വിധത്തിൽ, ആരുടെ മുമ്പിലും കൈ നീട്ടി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്ത വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തെയൊക്കെ സഹായിക്കണം. ചില നല്ല വഴികളെ തുറന്നു തരണമേ. ചില മാർഗം കാണിച്ചു തരണമേ. ചില കാര്യങ്ങൾ ഞങ്ങളെ കൈ പിടിച്ചുയർത്തണമേ. ഞങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിയേക്കല്ലേ. ഞങ്ങൾ തളർന്നു പോകും, വീണുപോകും, നഷ്ടപ്പെട്ടു പോകും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് സഹായിക്കും.